നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ദേശം നശിക്കാതിരിക്കാൻ, കരുണയപേക്ഷിക്കാൻ, പ്രാർത്ഥിക്കാൻ നീ ഒരു ദിവസം ഒരു മിനിറ്റ് നീ കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു മിനിറ്റ്. നിന്റെ വീടിന് വെളിയിൽ ആരെ കുറിച്ചെങ്കിലും നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ? നിന്റെ വീട്ടിലെ കാര്യമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിലെ കാര്യമല്ലാതെ വേറെ എന്തെങ്കിലും നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? നിന്റെ ചുറ്റുമുള്ള ആരുടെയെങ്കിലും കുടുംബം നശിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ഒരു ഭാരമാണോ? അനേകം മക്കൾ മദ്യപാനത്തിന്റെ പാതാളക്കുഴിയിലേക്ക് കൂപ്പുകുത്തി മുങ്ങാങ്കുഴിയിട്ട് താണു പോകുന്നത് കണ്ടിട്ട് നിനക്കൊരു അസ്വസ്ഥത വന്നിട്ടുണ്ടോ? ഒരു കുടുംബം ദേവാലയത്തിൽ വരുന്നില്ലെന്നോർത്ത് നീ ഭാരപ്പെട്ടിട്ടുണ്ടോ? ഓരോ ധ്യാനം കൂടി കഴിയും തോറും നമ്മൾ കൂടുതൽ സ്വാർത്ഥരായി മാറിയതല്ലാതെ നമുക്ക് എന്ത് മാറ്റം ഉണ്ടായെന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നല്ലത്. ആ ധ്യാനത്തിന് പോയാൽ കുറച്ചുകൂടെ IELTS വേഗത്തിൽ പാസ്സാവും, എന്നാൽ അങ്ങോട്ട് പോയേക്കാം. 3 മാസം ബൈബിൾ വായിച്ചാൽ കാര്യം നടക്കും, എന്നാ വായിച്ചേക്കാം. നമ്മൾ ഒന്ന് ആലോചിച്ച് ഇൻ ദ അൾട്ടിമേറ്റ് അനാലിസിസ് we became more selfish. After each and every retreat, Christians became selfish to the core. നമ്മൾ കുറച്ചുകൂടെ സെൽഫിഷായി. അപ്പൊ ഇപ്പൊ ഈ അച്ഛൻ അപ്പൊ ഈ അച്ഛന്റെ ധ്യാനത്തിന് പൊക്കളയാം, അപ്പൊ ഈ കാര്യം നടക്കും. അപ്പൊ ആ അച്ഛൻ കുറച്ചാൾ കഴിയുമ്പോൾ ആ അച്ഛന്റെ ധ്യാനത്തിനും എടുത്തു, മറ്റേ അച്ഛന്റെ ധ്യാനത്തിന് പൊക്കളയാം, അവിടെ കാര്യം നടക്കും. എന്റെ പൊന്നു മക്കളെ, എന്ത് വ്യത്യാസം വന്നു! എന്തുമാത്രം നമ്മൾ വളർന്നു, എന്തുമാത്രം നമ്മുടെ ഹൃദയം വളർന്നു, എന്തുമാത്രം നമ്മുടെ ഹൃദയ വിശാലത നമുക്കുണ്ടായി, സ്നേഹം ഉണ്ടായി, കരുണയുണ്ടായി.